ഹലോ ഗൈസ്, ബിഗ് ബോസ് വീട്ടിൽ ഒട്ടും നിലപാടില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് ആദില എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞിരിക്കും. ആദില ആദ്യം ഷാനവാസിനെ അനുകൂലിച്ച് നിവിന്റെ വിഷയത്തിൽ വളരെ നന്നായിട്ട് സംസാരിക്കുകയുണ്ടായി. ഇപ്പോ ആ ഓപ്പൺ നോമിനേഷനിൽ ആദില അത് പറഞ്ഞിട്ടാണ് നിവിനെ നോമിനേറ്റ് ചെയ്തത്. ആ വിഷയം ആദ്യം പബ്ലിക്കിലോട്ട് എടുത്തിടുന്നത് ഷാനവാസ് അല്ല, അത് ആദിലയാണ്. അപ്പോൾ ആദില കാണിക്കുന്ന കുറച്ച് നിലപാടുകളെ കുറിച്ചാണ് നമുക്ക് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഷാനവാസിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇന്ന് ആദില ഭയങ്കരമായിട്ട് മാറി ചവിട്ടുന്നതായിട്ട്, കളം മാറി ചവിട്ടുന്നത് വളരെ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ മുന്നേയും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അനുവിന്റെ കേസിൽ അനു മറ്റേ ജിസേലിനെയും ആര്യനെയും ഒരു ആക്ട് കാണിക്കുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു. ആ ആക്ടിനെ കുറിച്ച് ആദ്യം എന്താണ് ആദില വളരെ നന്നായിട്ട് അനുവിന്റെ കൂടെ നിന്ന് സംസാരിക്കുകയും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നു ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിലപാട് മാറ്റുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ന് റിയാസ് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി നെവിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് നെവിന്റെ പിന്നാലെ പോവുകയാണ് ആദില ചെയ്യുന്നത്. ഇപ്പോൾ വളരെ ഫെയിം കോൺഷ്യസ് ആയിട്ടുള്ളൊരു പുള്ളിക്കാരിയാണ് ആദില നൂറ എന്നുള്ളത്. അവരെ അങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. അവരനുഭവിച്ചു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ നിലപാടുകൾ വളരെ ഒരു തുണി മാറുന്ന പോലെയാണ് നിലപാടുകൾ മാറുന്നത് ഞാൻ പറയും. കാരണം ആദിലയുടെ ഒരു നിലപാടില്ലാത്ത അവസ്ഥകളാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുന്നേയും ഇത് തന്നെയാണ് ഫോളോ ചെയ്തത്. സെയിം പാറ്റേൺസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.